അങ്ങനെ നിവിൻ പോളി ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് സർവം മായയിലൂടെ. ഈ കട്ടിലിനടിയിലൊന്നുമില്ല, പക്ഷേ പടത്തിനുള്ളിലുണ്ട്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനാകുന്ന ഈ മനോഹര ചിത്രം സർവം മായ. നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു അടിപൊളി സിനിമയാണ്. അടിപൊളി സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവിൻ പോളിയുടെ ആ ജോണർ വർക്കൗട്ടായ സിനിമയാണ്. ഒരു തിരിച്ചുവരവ് ഇതിലൂടെ ഉണ്ടെന്നാണ് എനിക്ക് പരിപൂർണമായ വിശ്വാസം. എൻ്റെ അഭിപ്രായമാണിത്. അങ്ങനെ ഈ സിനിമയിൽ എല്ലാമുണ്ട്. കഥയുണ്ട്, കോമഡിയുണ്ട്, ഹൊററുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ സിനിമയിൽ, ഒരു നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈ സിനിമയിലുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു മനോഹര പടം നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ക്രിസ്മസിന് ഇനി 2 പടങ്ങളുടെ റിവ്യൂടെ വരാനുണ്ട്. അതോടെ വന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇതിനെ കവച്ചു വെക്കാൻ പറ്റുമെന്ന് എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ ആണോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഓക്കെയാണ്. അതുപോലെ ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ജസ്റ്റിൻ പ്രഭാകറാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള പടങ്ങൾ പോലെ തന്നെ ഇതിനകത്ത് ഈ പടത്തിൻ്റെതായ രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സംവിധാന മികവ് ഓൾറെഡി എടുത്തു പറയേണ്ടതാണ്. പിന്നെ അജു വർഗീസ്, നിവിൻ്റെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും എടുത്തു പറയേണ്ടതായിട്ടില്ല. അത് ഇതിനകത്ത് വർക്കൗട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ റിവ്യൂ പിന്നീട് ഇടുന്നതാണ്. ഇത് ജസ്റ്റ് പടം കണ്ടു ആ സമയത്ത് ജസ്റ്റ് ഇത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂടെ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്, മറ്റു പടങ്ങളൂടെ വാച്ച് ചെയ്തതിന് ശേഷം. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.